ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എത്ര തീയതി പോലെ ഇന്ന് 4-ാം തീയതി, ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസം. രാവിലെ എണീറ്റ് കഴിയുന്നില്ല, എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു. കുറച്ച് സംസാരിച്ചിട്ട് പിന്നെ കിടന്നു. അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ഉറങ്ങിയെന്ന് അറിഞ്ഞില്ല. പൂസൂടെ കിടപ്പുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഹാളിലായിട്ടാണ്. ആരും റൂമിലൊന്നും പോകുന്നില്ല, എല്ലാവരും ഹാളിൽ തന്നെ കിടന്നു. കിടന്നോ, എല്ലാവരും ഇവിടെ നേരുന്ന കിടപ്പുണ്ട്. പാച്ചും പല്ലനും ഇവിടെ കിടപ്പുണ്ട്. ലൈറ്റ് ഓഫ് ആക്കാതെ കിടന്ന എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പാഴ് രാവിലെ എണീറ്റ് ഞാൻ നോക്കിയപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടുണ്ടെന്നാണ് ഞാൻ വന്നത്. നോക്കിയപ്പോൾ പാഴില്ല. പാഴ് രാവിലെ എണീറ്റ് ഫോണും കൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാനാണെന്ന് പറയും. ഇന്നലെ അങ്ങനെ വീഡിയോ എടുത്തില്ല. അകത്ത് തുള്ളിയ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ലായിരുന്നു. അകത്ത് വലിയ തുള്ളിയൊന്നും ഇല്ല. എല്ലാവരും അകത്ത് കയറി സംസാരിച്ചിരിക്കുന്നു. പാട്ടൊക്കെ ഇട്ട് സംസാരിച്ചിരുന്നു. പിന്നെ എല്ലാവർക്കും ഉറക്കക്ഷീണമുണ്ടായിരുന്നു. വണ്ടി വന്നപ്പോഴത്തേക്കും അങ്ങനെ ഉറങ്ങി. എല്ലാവരും ഉറങ്ങിയെങ്കിലും ഒരുപാട് അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല. തണുപ്പുണ്ട്. അതേ വാഴയോടെ ഇപ്പുണ്ട്. തണുപ്പുണ്ടാടാ ഇല്ലേ? ഇവിടെ ഇരുന്ന് ഇന്നലെ ക്യാമ്പ് ഫയർ ചെയ്തത് ഒരുപാട് നേരം ചെയ്തൊന്നുമില്ലായിരുന്നു. കുറച്ച് നേരം ചെയ്തിട്ട് 10:30 എല്ലാവരും അകത്ത് കയറി. സ്വിമ്മിംഗ് പൂളിലെ പകുതി വെള്ളം തീർത്ത് ഇന്നലെ കുളിച്ച്. ക്ലീനായല്ലേ? നമുക്ക് ഇവിടെ ഗ്രൗണ്ടുണ്ട്, പക്ഷെ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റിയില്ല. ഇന്നലെ കളിക്ക് ചിലപ്പോൾ അവിടെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇത് റെൻ്റെടുക്കുന്നവർക്കുള്ള ഗ്രൗണ്ടാണ്. പിന്നെ അവിടെ ഇവിടുത്തെ കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് ചെന്നില്ല. അവന്മാർ കളിച്ചോട്ടെ എന്ന് ഓർത്ത് നമ്മളിവിടെ തന്നെ കുളിക്കുകയും കഴിക്കുകയും ചെയ്ത് ഇവിടെ തന്നെ ഇന്ന് എവിടെ പോണത്? ഏത് ഡാമാണ്? ബാണാസുര ഡാമിൽ പോണ്ട്. പിന്നെ വേറെ ഇറങ്ങൂലേ? പിന്നെ വീട്ടിലേക്ക്. യെസ്, ബാണാസുര ഡാമിൽ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് പോകും. എത്ര മണിക്ക് എത്തുമായിരിക്കും വീട്ടിൽ? ഒരു പിടിയില്ല. ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പണി കാണും. ഇന്ന് രാത്രി എത്തുവാ? ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പണി കാണും. ഇന്ന് രാത്രിയല്ലേ നാളെ വെളുപ്പിന്? നീ കിടക്കണം. പോയിക്കേ, ഫുഡിയൊക്കെ ഇട്ടിട്ടാ പോയേക്കണം. എന്തായാലും എല്ലാവരും എണീറ്റിട്ടൊക്കെ വീഡിയോ എടുക്കാം. എല്ലാവരും എണീറ്റിട്ട് ഫുഡ് വാങ്ങിക്കാൻ പോവല്ലേ? ഫുഡ് അവർ കൊണ്ടുവരും. വരിവരേനും കൊണ്ടുവരും ഫുഡ്. ഏതായാലും എല്ലാവരും എണീക്കട്ടെ, എന്നിട്ടൊക്കെ വീഡിയോ എടുക്കാം. ബൈ. പാലിന്റെ 2 കാല് ഇങ്ങനെ കിടക്കേ, 2 സൈഡിലായിട്ട്. നീ തുടങ്ങി എവിടെ? ഞാൻ പറ ടൈം ലാപ്പാണോ കൊടുത്തിരിക്കണ ടൈം ലാപ്പാണോ? അത് ടൈം ലാപ്പാക്കാൻ പാടുണ്ട്. അതെ, ഇങ്ങനെ പോവും. അങ്ങനെ നടന്നു. ഇതിൽ അതൊക്കെ വരും ടൈം ലാപ്പിൽ.
എന്നാ പറ്റിയതാണ് ഞാൻ നേരത്തെ ഇങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് തണുക്കണം. പറയാം പനിയാണോ സൗണ്ട് മാറി. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി ഇഴിഞ്ഞു ക്ലീനായി. ഉദ്ദേശിച്ച പോലെ പൊടിയായില്ലല്ലോ. പൊടി മാത്രമായുള്ള അഴുക്കൊന്നും ആയില്ല, കുറച്ച് പൊടി. ഹൈവേ ബ്ലോക്കായിരുന്നു. അവിടെ കൂടിയൊക്കെ വരുമ്പോഴത്തേക്കും ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല അഴുക്കാവും, നല്ല പൊടിയൊക്കെ ഇട്ട് നടത്താം. പക്ഷേ ഇത്ര ഒന്നും ആയൊന്നുമില്ല. ഇനി ഏതായാലും കുളിക്കണം. തന്നെ കുളിച്ചിട്ടൊക്കെ വരാം. കഴിക്കണം, കഴിച്ചിട്ടൊക്കെ വരാം. ബൈ. കുറേ ഉണ്ടോ നോക്കാം. ഇവിടെ പോണ്ട. ഉറങ്ങിന്നല്ല നന്നായിട്ട് ഇല്ലേ? കാള ചത്തവരാണ് ഇങ്ങനെ. നീ വലിക്കൊണ്ടായിരുന്നു എന്റെ പൊന്നെ, ഭയങ്കര കുറുക്കം വിളി. അതിനെ കുറുക്കം വിളിന്ന് പറയണം. പാറായി ഡീസന്റ് ആയിട്ട് കിടന്ന്. എനക്ക് പാറയുടെ പുതപ്പൊക്കെ വലിച്ചെടുത്തായിരുന്നു. ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്. നമ്മള് ക്യാമറ നിരീക്ഷണത്തിലാണ്. നമ്മള് അതെ കറക്റ്റാണ്. എന്ത് പറഞ്ഞത് കേട്ടാന്നറിയാമല്ല. ഈ പറയണ്ട. നമ്മുടെ ബായപ്പ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ബായ് ഒരു ഹൈ കൊടുത്ത ഇപ്പൊ ഹൈ കൊടുക്കണ്ട, കറ താഴ്ത്തി വീഴും. ബായിപ്പോ ഹായ് തന്നിപ്പോ പല്ലിയൊക്കെ കഴിച്ച് ഫുഡൊക്കെ തന്നിട്ടുണ്ട്. ആ ബായ് ഒരു ഹായ് കൊടുത്ത ബായ്. പുട്ട്, ഇടിയപ്പം, കടലക്കറി, പാൽ എല്ലാം ഉണ്ട്. ഇടിയപ്പം എനിക്ക് പുട്ട് മതിയോ? ഇടിയപ്പം കുറച്ചല്ലേ, ഇടിയപ്പത്തിന് റെഡിയാവും. ഇടിയപ്പത്തിന് റെഡിയാവും. ഇടിയപ്പം കുറച്ചുള്ളു. നമുക്ക് പുട്ട് കഴിക്കാം. പൊറോട്ട ഉണ്ടോ? അപ്പൊ കുഴപ്പമില്ല. പൊറോട്ടയും കടലക്കറിയും ഉണ്ട്. പൊറോട്ടയും കടലക്കറിയും ഇരിപ്പുണ്ട്. അല്ല, പൊറോട്ടയും കടലക്കറിയും ഉണ്ട്. പല്ലൊക്കെ തേക്കട്ടെ. തേച്ച് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ചിരിക്കുന്നത് ബായി വന്ന് ഇവിടെ തോളിൽ വെള്ളം നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടാ കൊണ്ടുപോടാ. കുട്ടി പട്ടി എടുത്തിട്ട് പോയി. പാല് തിളപ്പിക്കാൻ എടുത്തിന് ഏൽപ്പിച്ച അടുപ്പ് വെച്ചിട്ട് വന്ന് പുറത്ത് സംസാരിച്ചു. പാല് ചാടി പുറത്തു പോയി. എല്ലാവർക്കും ഉണ്ടോ കത്തിക്കോ? അതിനൊക്കെ പാല് വേണം. നീ കത്തിക്ക്, പാല് കത്തിക്കാല്ലേ. ഓ സീൻ എടാ, ഇനി ഒരു വട്ടം തിളച്ചല്ലേ? അപ്പൊ കഴിച്ച് കുളിച്ച് എല്ലാരും ഇറങ്ങുവാണ്, റൂമിൽ നിന്ന് പോകുവാണ്. എന്റെ ഉണ്ട്. അപ്പൊ ഇനി
ഡാമിലേക്ക് പോവാണ്. എടാ ഏത് ഡാമായിരുന്നു ബാണാസുര ഡാമിലേക്ക് പോവാണ്. അപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും കയറുവാണ്. ബൈ, ഡാമിൽ ചെറിയ കാണാം. ബൈ ഗൈസ്. അപ്പൊ നമ്മള് ബാണാസുര ഡാമിലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്ത് പാർക്കാണ്. പാർക്കൊക്കെ ചെയ്ത് ഇനി ടിക്കറ്റ് എടുക്കണം. 50 രൂപ ടിക്കറ്റ് ഒരാൾക്ക്. എടുത്തിട്ട് 40 ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ്. അപ്പൊ വെള്ളം കയറട്ടെ. വെള്ളമൊന്നുമില്ല, വറ്റി കിടക്കാണ് മൊത്തം. കല്ലൊക്കെ കാണാം. വെള്ളമൊന്നുമില്ലല്ലോ പറയും. നീ കണ്ടായിരുന്നു മഞ്ഞൊഴി? അല്ല, അവിടെ മഞ്ഞൊഴി കാണായിരുന്നു. അപ്പൊ നമുക്ക് കേറി മേളിൽ കയറിട്ട് ബാക്കി എടുക്കാം. വെള്ളം ഡാം കാണാൻ വന്നിട്ട് വെള്ളമില്ലൊന്നുമില്ല. അയാള് ഇടിച്ചിടുക. വലിയ വ്ളോഗറാണ് ഗൈസ്. എല്ലാവരും നോക്കണം കേട്ടോ. ആളുകളൊക്കെ ക്യാമറ പിടിച്ചിട്ടാണ് നോക്കണം. നമുക്ക് വട്ടങ്കര കിടക്കണം, മാറി കിടക്കാം ഗൈസ്. നമുക്ക് അയ്യോ മേളിൽ കയറട്ടെ. ഇപ്പൊ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നേരെ കയറിയാൽ മതി. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. എങ്ങനെയാണ് നോക്കട്ടെ. എങ്ങനെയാന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കും. കയറിയിട്ട് നോക്കാം ബാക്കി. അകത്ത് കയറി സീനില്ല. ഫോണിൽ വീഡിയോ എടുക്കണതിനും കുഴപ്പമില്ലെന്ന് പറയും. ക്യാമറ ഉള്ളവർക്കാണ് പൈസ അടക്കേണ്ടത്. അപ്പൊ അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല തിരക്കുണ്ട്. ഭയങ്കര തിരക്കാണ്. മേളി വരെ കയറണം. എടാ എവിടെ കയറണം? മേളിലേക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് കയറണം. എന്നിട്ട് വേണം. കുറച്ചുണ്ട്. നല്ല വെയിലുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഞാൻ സ്ഥലം കാണിച്ചു. നല്ല വെയിലാണ്. സൺസ്ക്രീൻ ഒന്നും ഇല്ല. എവിടെയാ? അതല്ല അവിടെ അവിടെ നിന്ന് വെള്ളം കയറണം. വെള്ളം കയറട്ടെ. വെയിലത്ത് പറ്റത്തില്ല. പഴയ നോക്കിക്കോളാ. വെള്ളം കയറട്ടെ. നമ്മൾ അതുവഴി കയറില്ല. നമ്മൾ റോട്ടിൽ കൂടി തന്നെ നടന്നു പോകാൻ പോണ്. പറയാ വെയിലെങ്ങനെയുണ്ട്? പാറയുടെ ഗ്ലാസ്സാണ്. ഓക്കെ, പാറയുടെ ഗ്ലാസ്സാണ്. ഞാൻ കുടിക്കുന്നില്ല. ഇത് നമുക്ക് സ്വന്തമല്ലേ പറയും. മറ്റേ സംഭവം തന്നെ എന്തൊരു കാണാന്നുള്ള. അതെ, ഒരാൾക്ക് 500 രൂപ ടിക്കറ്റ്. എന്തായാലും മേളിച്ചല്ലേ നടന്ന് കുറച്ച് കാണാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മേളിച്ചല്ലേ. ബാക്കി മേളി നമ്മൾ പകുതിക്ക് വെച്ച് സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. റോട്ടിൽ കൂടി പോണില്ല. പകുതി പേര് അങ്ങനെ. അയ്യോ, സ്റ്റെപ്പ് എന്തേ? പകുതി പേര് അങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ്. മേളിലെത്താറായി. അവിടെയാണ് മേള്. ചേരട്ടെ, മേളിച്ചല്ലേ. നമ്മളപ്പോ മേളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കേട്ടത്ത് നിക്കാനും മേലെ ഒന്നുമില്ലതേ. ഭയങ്കര വെയിലാണ്. ഞങ്ങള് ഈ ഒരു എന്തുവാ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കാനായിട്ട് മടി എല്ലാവർക്കും വെയിലേ കാരണം. പിന്നെ നടക്കണ്ട
എനിക്കൊന്നും പറയാനെങ്കിൽ മറ്റേ മമ്പിൾ ജിപ്പ് എനിക്ക് ആ സുഖം തോന്നണം. പൈസയില്ല നമ്മളിപ്പോ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇറങ്ങുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഫോട്ടോ ഓക്കെ, ടീക്ക് എല്ലാം ഓക്കെ. വെയിലുണ്ടോടാ? വെയിൽ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി വെയിലാണ്. നിക്കാൻ പറ്റണില്ല, അതാണ് പ്രശ്നം. അയ്യോ ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ല. ഇനി നമ്മള് ഇറങ്ങണ്ട, നമുക്ക് സ്റ്റെപ്പിൽ കൂടി ഇറങ്ങാം. സ്റ്റെപ്പിൽ കൂടി ഇറങ്ങണേ എളുപ്പം. നമുക്ക് ഏതായാലും ഇറങ്ങട്ടെ ഗൈസ്, പോയിട്ട് വരാം. ബൈ. താഴ്ച എന്നിട്ട് ഹലോ ഗൈസ്, അപ്പോൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞതേ കുറേ സാധനങ്ങൾ കാണിച്ചടാ. വാഴ എല്ലാവരും മനുഷ്യനെ അച്ചാറ് എന്നിട്ട് അണ്ടം കത്തി നല്ല അടിപൊളി വരും. ഞാൻ കുറച്ച് ചോക്ലേറ്റും ഒരു നല്ല വാങ്ങിച്ചു. ഇത്ര വാങ്ങിച്ചോളൂ. പിന്നെ സോമാരി കുറച്ചൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിപ്പോഴാണ് സോമാരി നേരത്തെ വാങ്ങിച്ചിട്ട്. പിന്നെ നേരെ ഫുഡ് കഴിക്കും. ഉച്ചക്ക് ഇപ്പം 2:30 ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് ഇനി ഹോട്ടലിൽ വെക്കണം. ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ വീഡിയോ എടുക്കാം. ഇതൊക്കെ ഇനി സെറ്റ് ആക്കട്ടെ. ബാഗ് കുത്തിക്കിട്ട് ചിരിക്കുക. ഇതൊക്കെ ഇനി എവിടെയെങ്കിലും വെക്കണം. സ്ഥലമുണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നടക്കും. അപ്പോൾ മുട്ടിച്ച് പോയി പോട്ടെ ഗൈസ്, ബൈ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ 3 പേര് ഇവിടെ കയറി. കുറച്ച് പേര് അപ്പുറത്തെ കടയിൽ കയറി. ഞങ്ങളിപ്പോൾ പൊറോട്ട കഴിക്കാനായിട്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് ഇനി എവിടെയെങ്കിലും കയറണ്ട. കോഴിക്കോട് ബീച്ചിൽ കയറിയിട്ട് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം അപ്പോൾ അവിടെ ക്യാൻസലായി. ബീച്ചിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് കാണാൻ പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുകയാണ്. കോഴിക്കോട് ഉറപ്പൊന്നുമില്ല. ടൈം ഉണ്ടെങ്കിൽ കോഴിക്കോട് കയറും, ഇല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകും. ഫുഡ് കഴിച്ച് ഞങ്ങള് പൊറോട്ട കഴിച്ച്, പൊറോട്ടയും ബീഫും. അമ്മമാര് പോയി ഊണ് കഴിച്ച്. നമ്മളിപ്പോ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കോഴിക്കോടത്തെ വയലിറക്കി വിടും, എന്നിട്ട് ബസ് കയറ്റി വിടും. അല്ലെങ്കിൽ അമ്പലത്തിനോട് ഇഷ്ടമുള്ള ബസ് നിനക്ക് ഉണ്ണി സാറിന് നാളെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് സമയമില്ലെന്ന് ഉണ്ണി സാർ പറഞ്ഞു. അതുകൊണ്ട് നമ്മള് കോഴിക്കോട് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നേരെ കോഴിക്കോട് ഇട്ട് നേരെ ബസ് കയറ്റി വിടും. അപ്പൊ നമ്മുടെ ട്രിപ്പിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, കോഴിക്കോട് ബീച്ച്. ഓക്കെ, ഫൈനൽ ഡെസ്റ്റിനേഷൻ വീടാണ്. അപ്പൊ സെക്കൻഡ് ആൻഡ് ഫൈനൽ. അല്ല, ഉണ്ണി സാറിനെ നമ്മൾ പറ്റിച്ചു. ബീച്ചിൽ വന്നു. ഉണ്ണി സാറിന് നാളെ ജോലിക്കൊക്കെ പോകേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ബീച്ചിൽ വന്നു. ഉണ്ണി സാറ് നമുക്ക് വേണ്ടി നമ്മളെ കൂടെ കോപ്പറേറ്റ് ചെയ്തു. സാറ് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, എല്ലാവരും ഷൂ ആണ്. ഏതായാലും നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ചെയ്ത് കാരണം ഭയങ്കര തിരക്ക്. അയ്യോ, ആരും കാണാൻ പാടില്ല. എന്നാലും കുഴപ്പമില്ല, കാണാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാ മതി. നല്ല ആളുണ്ട്. ഇതിങ്ങനെയാണ്, ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് ചേരും. അതിന് നടുക്ക് ഭാഗമാണിത്. അപ്പുറത്താണ് ആലപ്പുഴ ബീച്ച്, ആ സൈഡാണ് ആലപ്പുഴ ബീച്ച്. ഇവിടെ ഇത് കോഴിക്കോട്. ഇവിടെ ഈടാകും വീരും. തിരക്ക് വളരെയധികമാണ്. ഹലോ, കേക്കാവോ? അപ്പൊ കഴിച്ച് ഞങ്ങള് പോയി ശില്ലൊക്കെ ചെയ്തിട്ട് വരാം. നമ്മളിപ്പൊ തന്നെ പോകുമായിരിക്കും. ഉണ്ണി സാറിന് നാളെ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് നമ്മള് ഇപ്പൊ തന്നെ പോകുമായിരിക്കും. ബൈ. ബാക്കി ഇനി അടുത്ത ഷോട്ട്
വീഡിയോ വൈൻഡപ്പ് ചെയ്യണേയിരിക്കും. ബൈ. അത്യാവശ്യം തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. നമ്മള് കുറച്ചുനേരം അവിടെ താഴ്ത്തി നിൽക്കുന്നുണ്ട്. താഴ്ത്തി നിർത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതായാലും താഴ്ത്തിട്ട് പോട്ടെ, നമ്മള് ഇതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. നമ്മളായാലും താഴത്തേക്ക് പോട്ടെ. ബൈ. ഞങ്ങളിവിടെ വന്നപ്പോ കണ്ടൊരു സീനാണ്. ഷൂ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാനും അയ്യോ വെള്ളം ഒരു വീട് ഗൈസ്. അതിനാണ് വെള്ളമനി ഞാൻ പോട്ടെ. വെള്ളമനി ഡോൾഫിൻ 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 അത് ഡോൾഫിനാണ്. ജീവനൊന്നുമില്ല, ചത്താണോ? അവര് രക്ഷിക്കാൻ നോക്കുവാണ്, പക്ഷെ ചത്തി കിടക്കാൻ തോന്നുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവര് വാലിലൊക്കെ പൊക്കിയെടുത്ത് കളയാൻ നോക്കുന്നുണ്ട്. ജീവനുണ്ടോ? ജീവനില്ല, ചത്ത്. നിങ്ങൾ കല്ലുമുക്കായ കൊണ്ടുപോകണ്ട. ഇങ്ങനെയാണ് കല്ലുമുക്കായ ഉണ്ടാകുന്നത്. ഗൈസ് നമ്മളിപ്പോ കോഴിക്കോട് ഇറങ്ങുവാണ് വണ്ടി എടുത്ത്. നമുക്ക് 237 കിലോമീറ്റർ ഉണ്ട്, 5.5 മണിക്കൂറും 1:42 മണി 2 മണിയൊക്കെ അവിടെ എത്തും. ഇനി ഇടയ്ക്ക് കഴിക്കാൻ കയറണ്ടേ? ഇനി വിശപ്പുണ്ട്, എല്ലാവർക്കും വിശപ്പുണ്ട്. സമയം 8:13. ഹലോ ഗായ്സ്, അപ്പൊ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ല, വീടിൻ്റെ എത്തി. എല്ലാവരും വീട്ടിലോട്ടൊക്കെ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയണ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്. ബൈ പറടാ. കുസു വീഡിയോക്ക് ഒരു ബൈ പറഞ്ഞേ. ഒരു ബൈ പറഞ്ഞേ. സേഫ് ആയിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ബൈ ഗൈസ്. ഒരു ബ്ലിപ്പ് കൂടി. ഹായ് ഗൈസ്. അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനെ 2:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി എല്ലാവരും. അടിപൊളിയായിരുന്നല്ലേ? നൈസായിരുന്നു ട്രിപ്പ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തിരിച്ചെത്തി. പിന്നെ നമ്മൾ വണ്ടി കൊടുക്കാൻ പോകണം. വണ്ടി ഒത്തിരി ചേട്ടൻ്റെ ആയിരുന്നു. വണ്ടി തിരിച്ചു കൊടുക്കാൻ പോകണം. രാവിലെ വന്ന് വണ്ടിയെ കഴുകിയിട്ട് ഇനി അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം. ആ ചേട്ടന് വേറൊരു ഓട്ടം പോകാനുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മണീനെ വിളിക്കാനായിട്ട് നിൽക്കുവാണ്. മണി കൂടി എന്നോട് മണി വരുമ്പോഴാണ് ട്രിപ്പ് പോണത്. 2 മെയിൻ ട്രിപ്പായിട്ട് 2 ട്രിപ്പ് പോയായിരുന്നു, ലോങ് ആയിട്ട് സ്റ്റേ ഒക്കെ ചെയ്ത രീതി. അത് 2ഉം മണി വന്നപ്പോഴായിരുന്നു പോയത്. ഫുൾ പ്ലാനിങ്ങും ക്യാഷ് മാനേജ് എല്ലാം അവൻ തന്നെ ചെയ്യണത്. നമ്മൾ വണ്ടി കൊടുക്കണം കൊണ്ടുപോയിന്ന്. അപ്പോൾ ആ വഴി പോകുവാണ്, അങ്ങോട്ട് വണ്ടി കൊടുക്കാനായിട്ട് പോവുകയാണ്. ട്രിപ്പ് സക്സസ്ഫുൾ ആയിട്ട് തീർന്നു എല്ലാം. ഉദ്ദേശിച്ച പോലെ എല്ലാം നടന്നു. ഉദ്ദേശിച്ച പോലെ കൂടുതൽ എക്സ്പീരിയൻസ് വന്നു. പക്ഷേ എന്താണ് ബാഡായത്? കോഴിക്കോട് ബീച്ചിലെ മണം. അതെ, കോഴിക്കോട് ബീച്ചിലെ മണം മാത്രമേ പേര് മാത്രമേ ഉള്ളൂ. 2 നല്ല നാറ്റം. പക്ഷെ എനിക്ക് തോന്നുന്നു വേറെ ബീച്ചൊക്കെ വലിയ സീനില്ല. കോഴിക്കോട് ഹൈപ്പാണ്, പക്ഷെ ഭയങ്കര നാറ്റമാണ്. കാശ് കൊള്ളത്തില്ല. ഏറ്റവും ഹൈപ്പ് കൊടുത്തിട്ട് പാളിപ്പോയ സാധനമുണ്ട്.
ആ മന്തി ഇപ്പൊ കൊടുത്താ മന്തി വയനാട്ടില്ല ഫസ്റ്റ് പിടി തന്നെ ഫ്ലോപ്പ്, ഫുൾ ഫ്ലോപ്പ്. അതിന്റെ വയറൊക്കെ ഇനി എല്ലാത്തിനും വയർ മണിവാളിയെ വീട്ടിലേക്ക് പോയേക്കണത്. അതെ അൽഡ്രീം എന്തായാലും പോയി, കാരണം വേറെ ഫുഡ് വെക്കാൻ ഓർത്തതായിരുന്നു. പിന്നെ അൽഡ്രീമിന്റെ ടേസ്റ്റ് കാരണമാണ് നമുക്ക് ഫുഡ് വേണ്ടത്. നമ്മള് വീട്ടിൽ തന്നെ സെറ്റ് ആക്കാന്നൊക്കെ ഓർത്തിരുന്നതാണ്. ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, അവിടെ കുക്കറും എല്ലാം ഉണ്ടായിരുന്നു. അൽഡ്രീമിനുള്ള വിശ്വാസം കാരണം അൽഡ്രീമിനുള്ള വിശ്വാസം ചതിച്ചു. അൽഡ്രീം ചതിച്ചു, വിശ്വാസം നശിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ ഇനിയും ആലപ്പുഴ അൽഡ്രീം ഉണ്ട്. അതിൽ എത്തോളാം, ബാക്കി അവിടെ എത്തിയിട്ട് എടുക്കാം. ഹലോ ഗൈസ്, അപ്പൊ എപ്പോഴും ഹലോ ഗൈസ്, എല്ലാ ഷോട്ടിലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പൊ കാറാ കൊടുത്ത് ട്രിപ്പ് ഫുള്ള് തീർന്ന് വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങണം. അതെ, അങ്ങോട്ട് റിച്ചായിട്ട് ഇന്നോവയിലൊക്കെ പോയതാ. ഇനി വീട് വരെ നടന്നു പോകണം. അപ്പൊ ഇനി അടുത്ത കണ്ടന്റ് കിട്ടുവാണെ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഈ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത കണ്ടന്റ് കിട്ടുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ. ഒരു ബ്ലിപ്പ് അടിച്ചോണേ.